ഇപ്പൊ നമ്മുടെ കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോകണം. കുറെ നാൾ ഓസ്ട്രേലിയ ആയിരുന്നു, പിന്നെ കാനഡയാണ്, UK ആണ്, ജർമ്മനിയാണ്, എല്ലാവരും പോകാൻ. ഈ പോക്ക് പോയാൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കേരളം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഏറ്റവും പ്രായമായവരെ കൊണ്ട് മാത്രം നിറയും. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ വൃദ്ധസദനമായിട്ട് കേരളം മാറും. വലിയ അപകടകരമായ ഗവൺമെന്റ് ഇതൊന്നും അഡ്രസ് ചെയ്യുന്നില്ല. വളരെ പെരിഫറലായ ഈ വസ്തുതകളിലേക്ക് ഒരു ഇഞ്ച് താഴേക്ക് പോവാതെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചർച്ചയിൽ ഒരു അവതാരകൻ തന്നെ വിളിച്ചു പറയുകയാണ്, ഇവിടെ നിന്ന് ആളുകളെല്ലാം കടന്നു പോകല്ലേ, ഈ കേരളം വിട്ടു പോകല്ലേ, ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ മുഴുവൻ, ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിട്ടു പോകുകയല്ലേ എന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യ വിട്ടുപോകുന്ന സംസ്ഥാനം കേരളമാണ്, ചെറുപ്പക്കാർ. വസ്തുതയല്ലത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ സംസ്ഥാനം അല്ല കേരളം. ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പ്രദേശത്ത് നമ്മൾ ആന്ധ്രയുടെ അടുത്തില്ല, പഞ്ചാബിന് അടുത്തില്ല, ഹരിയാനയ്ക്ക് അടുത്തില്ല. അതാണ് വസ്തുത. പക്ഷേ ഇനി ഇപ്പൊ ഞാനല്ല, ആരിവിടെ വന്ന് പറഞ്ഞാലും ഇവിടെ നിൽക്കുന്ന ആളുകളിൽ പകുതി പേരുടെയെങ്കിലും പോലും തലച്ചോറിൽ കേരളത്തിലെ ആൾക്കാർ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്രെയിൻ ഡ്രെയിൻ ആണ്, അങ്ങനെയാണത് പറയുക. ബ്രെയിൻ ഡ്രെയിൻ ഒക്കെ സംഭവിക്കുന്നുണ്ട്, അത് വേറെ കാര്യം, വേറൊരു തലത്തിൽ. അതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ആ രീതിയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് ആളുകൾ. കേരളത്തിലേക്ക് ഈ പുതിയ സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന ആളുകൾ കൂടിയുണ്ട് എന്നുള്ളത് ഉള്ളതാണ് ഇന്നത്തെ കേരളം എന്ന് പറയുന്നത്. കേരളം ഇന്ന് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അതുകൂടിയാണ് കേരളം.